രാജേഷ് രാമേന്ദ്രൻ, അങ്ങനെ ഇന്ത്യയെ CPM മുക്ത ഭാരതമാക്കിയതിൻ്റെ ക്രെഡിറ്റ് പിണറായി വിജയനാണോ? ഒരു കാര്യം മറ്റടുത്ത ചോദ്യം ചോദിക്കില്ല. ഇടതുപക്ഷ മൂല്യങ്ങളില്ലാത്ത, തൊഴിലാളി വർഗ മൂല്യങ്ങളില്ലാത്ത, ഇടതുപക്ഷ ധാർമ്മികതയില്ലാത്ത, മാധ്യമങ്ങളെ വേട്ടയാടുന്ന, എല്ലാവരും ചൊൽപ്പടിക്ക് നിൽക്കണം എന്നാവശ്യപ്പെടുന്ന ഒരു മോശം മുഖ്യമന്ത്രി, ആ മുഖ്യമന്ത്രിയുടെ പടം കാണിച്ചിട്ട്, ആ മുഖ്യമന്ത്രിയുടെ ചിത്രം കാണിച്ചിട്ട്, 80 വയസ്സായിട്ടുള്ള ആ മുഖ്യമന്ത്രിയുടെ ചിത്രം കാണിച്ചിട്ട് ഇവിടെ വേറെ ആരുമില്ല എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം എന്തോ കാര്യമായ അങ്ങേയറ്റത്തെ അപകടം സംഭവിച്ചിരിക്കുന്നു ഈ പാർട്ടിക്ക് ഈ ഒരു മനുഷ്യൻ്റെ സ്വകാര്യ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാക്കി മാറ്റിയിരുന്നു. 21 സംഭവിക്കേണ്ടുന്ന പരാജയമാണ് 26 സംഭവിച്ചത്. പ്രസ്ഥാനത്തിന്റെ പരാജയമാണ്. കാരണം ഈ വ്യക്തിയെ ഒരു എന്താ പറയുക, കാരണഭൂതനാക്കി മാറ്റി അദ്ദേഹത്തിന്റെ പേരും പറഞ്ഞ് തിരുവാതിര കളിക്കാൻ പോകുന്ന ആ ഒരു നിലയിലേക്ക് അധപ്പതിച്ചു പോയിട്ടുള്ള ഇത് തന്നെയാണോ EMSന്റെയും നായനാരുടെയും ഒക്കെ പാർട്ടി എന്ന് എൻ്റെ ഫ്ലാറ്റിൻ്റെ സ്വീകരണ മുറിയിൽ നിന്ന് ഇരുന്നുകൊണ്ട് എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റിയിരുന്നത് കേരളത്തിൻ്റെ ഇടതുപക്ഷ മനസ്സിനെയാണ് പിണറായി വിജയൻ വേദനിപ്പിച്ചിട്ടുള്ളത്. അപ്പം അതിൻ്റെ ഏറ്റവും വലിയ അടയാളമായിരുന്നു കേരളത്തിലെ മാധ്യമങ്ങൾക്കെതിരായിട്ടുള്ള വേട്ട. അതുകൊണ്ട് തന്നെ ഇന്ന് മരുമകൻ ജയിച്ചത് നന്നായി എന്നാണ് പറയേണ്ടത്. കാരണം അദ്ദേഹം തോൽപ്പിച്ചത് ഏറ്റവും വലിയ ഇൻസ്ട്രുമെൻറ്റിനെ അല്ലായിരുന്നു, പിന്നെ കോടാലി കയ്യെ ആണ് തോൽപ്പിച്ചിരിക്കുന്നത് മരുമകൻ. വീട്ടിൽ പോയി ചോദിച്ചാൽ മതിയെന്ന് പരസ്യമായി പരിഹസിച്ച പിണറായിയോട് വീട്ടിൽ പോയിരിക്കാൻ കേരളം അത്യുച്ചത്തിൽ വിളിച്ചു പറഞ്ഞു. പിണറായിയുടെ ഡാഷ്മോൻ കേരളം പൂരിപ്പിച്ചു. ശവം തൂക്കികൾ ആരെന്ന് ജനം പ്രഖ്യാപിച്ചു. കടക്ക് പുറത്തെന്ന ആക്രോശത്തിന്റെ അർത്ഥം പിണറായിയും സംഘവും ഇത് തിരിച്ചറിഞ്ഞു. സമാധാനമായ